ഹായ് ആസ്പിറൻസ്, ഡിസംബർ 28 നടക്കാൻ പോകുന്ന RRB PO മെയിൻസോടുകൂടി 2025 ബാങ്ക് എക്സാംസ് അവസാനിക്കാൻ പോവുകയാണ്. നമുക്കറിയാം 2024 ഒരു എക്സാം ഷെഡ്യൂൾ പരിശോധിച്ചാൽ ആദ്യം നടന്ന എക്സാം RRBയുടേതായിരുന്നു, പിന്നീട് IBPSന്റെ ആയിരുന്നു, പിന്നീട് SBIയുടെ ആയിരുന്നു. 2025 റിസൾട്ട് വന്നപ്പോൾ ജനുവരി 1 വന്നത് RRB റിസൾട്ട്, ഏപ്രിൽ 1 IBPSന്റെ, പിന്നീട് ജൂൺ മാസത്തോടെ SBI റിസൾട്ട് വന്നു. പക്ഷേ 2025 എക്സാം ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എക്സാംസും ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആദ്യം SBI വന്നു, തൊട്ട് പിന്നീട് തന്നെ IBPS വന്നു, പിന്നീട് RRB വന്നു. അപ്പോൾ നമുക്ക് പ്രശ്നം എന്താ, ഈ ഷെഡ്യൂളെല്ലാം ഒരുമിച്ച് വന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവേണ്ട ഒരു സ്റ്റേജ് വന്നിരുന്നു പ്രിപ്പറേഷൻ കാര്യത്തിൽ. പക്ഷേ 2026 നമ്മളെ കാത്തിരിക്കുന്ന 2 അപ്ഡേറ്റ്സിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ പരീക്ഷകളുടെ സീക്വൻസ് അല്ലെങ്കിൽ ഷെഡ്യൂളിൽ ഒരു വ്യത്യാസം വരുന്നു. ആദ്യം വരാൻ പോകുന്ന പരീക്ഷ SBIയുടേതായിരിക്കും. അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിന് ശേഷമായിരിക്കും IBPS വരുന്നത്, അതിനുശേഷമായിരിക്കും RRB വരുന്നത്. അതുകൊണ്ട് ഓരോ കാൻഡിഡേറ്റിനും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും പഠിക്കാനുമുള്ള സമയം ഓരോ പരീക്ഷയ്ക്ക് ശേഷവും ഉണ്ടാവും. SBI, IBPS, RRB എന്ന സീക്വൻസിലായിരിക്കും പരീക്ഷകൾ നടക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ബാങ്ക് എക്സാംസ് എഴുതിയിട്ട് കുട്ടികൾ പറഞ്ഞോളൂ സാർ, ഞങ്ങൾ ഇതിൽ കൂടുതൽ മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എന്താണെന്ന് അറിയില്ല. കാരണം എന്താണ്, ആൻസർ കീ അവൈലബിൾ അല്ല. 2026-27 കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ എക്സാംസിൻ്റെ ആൻസർ കീകൾ ഇനി അവൈലബിൾ ആകും എന്നുള്ളതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കിങ് ആസ്പിറൻസിനെ സംബന്ധിച്ച് നല്ലൊരു വർഷം തന്നെയായിരിക്കും 2026. SBIയുടെ ചെയർമാൻ മിസ്റ്റർ CS ഷെട്ടി നടത്തിയ പ്രസ്താവന നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കാരണം എന്താണ്, 3500 ഓഫീസേഴ്സിനെ ഉൾപ്പെടെ 16,000 സ്റ്റാഫിനെയാണ് SBI 2026 റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഈ വർഷം 200 മുതൽ 300 ബ്രാഞ്ചസ് ആണ് SBI പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പം 3500 ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെന്റ് ആയിരിക്കും ആദ്യം നടക്കാൻ പോകുന്ന എക്സാമിൽ വഴി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. SBI പ്ലാൻസ് ടു ഹയർ ഓവർ 3,500 ഓഫീസേഴ്സ് ബൈ 2026 ഫസ്റ്റ് ക്വാർട്ടർ. 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ 3500 ഓഫീസേഴ്സിനെ ഹയർ ചെയ്യാനാണ് SBI പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത് ഏതൊക്കെ കാറ്റഗറിയിലാണ് നോക്കി. റോൾസ് ഇൻക്ലൂഡിങ് സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സ്, സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ്, പ്രൊബേഷണറി ഓഫീസേഴ്സ്. PO പോസ്റ്റ് മാത്രമല്ല, CBI ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്, പ്രൊബേഷണറി ഓഫീസേഴ്സ് ഉണ്ട്. ഇത് മൂന്നൂടെ ചേർന്നിട്ടാണ് 3500 ഓഫീസേഴ്സ് വരുന്നത്. നമുക്കറിയാം സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മുടെ LBO പോലെ തന്നെ ലാംഗ്വേജ് ബേസിലുണ്ടാവുന്ന സർക്കിൾസ്, ആ സർക്കിൾസിലേക്കായിരിക്കും റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സർക്കിളാണ്. അതിൽ കേരളവും ലക്ഷദ്വീപുമാണ് ഉള്ള സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറിയും. അതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ലാംഗ്വേജായ മലയാളമാണ്. ഈ മലയാളം അറിയാവുന്നവർക്കാണ് ആ സർക്കിളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്, ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഒരു LP ടീമുണ്ട്. സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഏജ് ലിമിറ്റ് 21 മുതൽ 30 വയസ്സ് വരെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ SBI POയുടെ അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഈ 2 ഭാഗത്തിൽ വന്നേക്കുന്നത്. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കിൾ ബേസ്ഡ് ഓഫീസറായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് അവർക്ക് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് വേണം. എന്താണ്, ഒരു ഓഫീസറായിട്ട് ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ ഒരു RRBയിലോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ അടിസ്ഥാനം ഓൺലൈൻ ടെസ്റ്റും ഇൻ്റർവ്യൂവും LPTയുമാണ്. ഓൺലൈൻ ടെസ്റ്റിൽ വരുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനും അതിനോടൊപ്പം ചേർന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനുമാണ്. ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ സിലബസ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്, 30 മിനിറ്റ്. ബാങ്കിങ് നോളജ് 40 ചോദ്യങ്ങൾ, 40 മാർക്ക്, 40 മിനിറ്റ്. ജനറൽ അവയർനെസ് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്, 30 മിനിറ്റ്. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 20 ചോദ്യങ്ങൾ, 20 മാർക്ക്, 20 മിനിറ്റ്. അപ്പോൾ QA റീസണിങ്ങിൻ്റെ ഒന്നും സിലബസിലില്ല. അപ്പോൾ പിന്നെ നമുക്ക് നോക്കുന്നത് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ 2 ഒരു ലെറ്റർ റൈറ്റിംഗും ഒരു എസ്സേ റൈറ്റിംഗും ആണ്. ഡിസ്ക്രിപ്റ്റീവിൻ്റെ ടോട്ടൽ മാർക്ക് 50 മാർക്കും ഒബ്ജക്റ്റീവിൻ്റെ ടോട്ടൽ മാർക്ക് 120 മാർക്കും. ഇപ്പോൾ നോക്കിയേ, ഈ ഒരു ഓൺലൈൻ ടെസ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവും അതിനുശേഷമുള്ള LPTയുമാണ് ഈ സെലക്ഷൻ പ്രോസസ്സിൻ്റെ അടിസ്ഥാനം. പിന്നെ അടുത്ത പോസ്റ്റാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. നമുക്കറിയാം SBI SO. കഴിഞ്ഞ തവണയും SBI SO വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് IBPSന് SBI SOയുടെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ ഏജ് ലിമിറ്റ് നമുക്ക് എന്താണ്, ഓരോ റോളും അനുസരിച്ച് വേരി ചെയ്തിരിക്കും. കാരണം ചിലപ്പം 2 വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കും, ചിലപ്പോൾ 5 വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കും. അപ്പോൾ ആ റോൾ അനുസരിച്ചിട്ട് അവരുടെ ഏജ് ലിമിറ്റ് വേരി ചെയ്തിരിക്കും. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പം നമുക്ക് സ്പെസിഫിക് ഡിഗ്രി എന്ന് പറയാൻ പറ്റില്ല. അവിടെ ആ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഏത് ക്വാളിഫിക്കേഷനാണോ അതാണ് SO പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ലോ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ LLB പാസ്സാവണം. കഴിഞ്ഞ വർഷത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ LLBക്ക് 60% മാർക്ക് വേണമെന്നും നിർബന്ധമായിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടെല്ലാം പറയാൻ പറ്റും. അപ്പം ഇവിടെ ഏജ് ലിമിറ്റ് റോൾ പ്രകാരം മാറിയിരിക്കും. അതുപോലെ എന്താണ്, അവർക്ക് മിനിമം 2 to 5 വർഷം എക്സ്പീരിയൻസ് വേണമെന്നുള്ളതും നിർബന്ധമാണ് SOയുടെ പോസ്റ്റ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന SOയുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ടെസ്റ്റും ഇൻ്റർവ്യൂ ആയിരിക്കും. ഓൺലൈൻ ടെസ്റ്റിൽ വരുന്നത്
ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൻ്റെ 15 ചോദ്യങ്ങൾ 15 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, 45 മിനിറ്റ് പരീക്ഷയാണ്. ഈ 3 സബ്ജക്റ്റും എന്താണ് ക്വാളിഫയിങ് നേച്ചർ മാത്രമുള്ള ഇത് പാസ്സായാൽ മതി. ഇതിൻ്റെ മാർക്കൊന്നും നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് പരിഗണിക്കത്തില്ല. ഫൈനൽ റിസൾട്ടിലേക്ക് പരിഗണിക്കുന്നത് എന്താണ് പ്രൊഫഷണൽ നോളജിലുള്ള 60 ചോദ്യങ്ങൾ, മൊത്തം 100 മാർക്കിലായിരിക്കും ആ പരീക്ഷ നടക്കുന്നത്. 75 മിനിറ്റ് ആയിരിക്കും അവരുടെ ആ പർട്ടിക്കുലർ പ്രൊഫഷനിലുള്ള അവരുടെ നോളജ് പരിശോധിക്കാനുള്ള പരീക്ഷയാണ്. അതിൻ്റെ മാർക്കാണ് ഫൈനൽ റിസൾട്ടിലേക്ക് പരിഗണിക്കുന്നത്. അതിനുശേഷം ഇൻ്റർവ്യൂ, ആ മാർക്ക് പ്രകാരം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെയാണ് SOയുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് SBA PO. നമുക്കറിയാം ബാങ്ക് എക്സാംസിലെ ഏറ്റവും ചാമിങ് പോസ്റ്റ് എന്ന് പറയുന്നത് SBA PO തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റൊന്നുമല്ല, നമ്മുടെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. SBIയിൽ ഒരു PO പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ഡീൽ ചെയ്യാൻ പറ്റുന്ന, ഡയറക്റ്റ് കസ്റ്റമർ ഡീലിംഗ് പറ്റുന്ന സർവീസ് സെക്ടറിലെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അതിന് മുകളിൽ വരുന്ന RBI ഗ്രേഡ് B ആണ്. അത് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ ഡീലിംഗ് പറ്റില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ ഡീലിംഗ് ചെയ്യുന്ന ഈ ഒരു വലിയ പോസ്റ്റിലേക്ക് എത്താനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ക്രൈറ്റീരിയയിൽ ഒന്നാമത്തെ ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത് 21 to 30 വയസ്സുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. എന്താണ്, അവർ ഡിഗ്രി ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയുടെ പാസ് പെർസെൻറ്റേജ് പോലും ചോദിക്കുന്നില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പാസ്സാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കിയേ, ഇവിടെ നമുക്കറിയാം ഈ ഏജ് ലിമിറ്റ് പറയുമ്പോഴും റിലാക്സേഷൻ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ റിസർവേഷൻ ക്ലാസ്സുകൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് വേണോ? ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇത്രയും വലിയ പോസ്റ്റിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രിപ്പറേഷൻ മാത്രം മതി. കൃത്യമായി പ്ലാൻ ചെയ്ത് നിങ്ങൾ കൃത്യമായി പ്രിപ്പയർഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ 2026 തുടക്കത്തിൽ തന്നെ SBI PO എന്ന പോസ്റ്റിലേക്ക് കയറാൻ പറ്റും. SBI POയുടെ പ്രിലിംസിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 ചോദ്യങ്ങൾ 20 മിനിറ്റ്, റീസണിംഗ് എബിലിറ്റി 30 ചോദ്യങ്ങൾ 20 മിനിറ്റ്. അങ്ങനെ 100 മാർക്കിൻ്റെ പരീക്ഷ ഒരു മണിക്കൂറാണ് നടത്തപ്പെടുന്നത്. ഈ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ മെയിൻസിലേക്കുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ മാത്രമാണ്. ഇതിൻ്റെ മാർക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് പരിഗണിക്കത്തില്ല. ഇനി മെയിൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് നോക്കാം നമുക്ക്. റീസണിംഗ് ആൻഡ് കംപ്ലീറ്റ് ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ 60 മാർക്ക് 50 മിനിറ്റ്. ഈ റീസണിങ്ങിൻ്റെ പല പസിൽസൊക്കെ 2 മാർക്കിൻ്റെ ആയിരിക്കും, അതാണ് 60 മാർക്ക് വന്നേക്കുന്നത്. പിന്നെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ DI 30 ചോദ്യങ്ങൾ 60 മാർക്ക് 45 മിനിറ്റ്. പിന്നെ ജനറൽ അവയർനെസ് എക്കോണമിക് ബാങ്കിങ് നോളജ് 60 ചോദ്യങ്ങൾ 60 മാർക്ക് 45 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 20 മാർക്ക് 40 മിനിറ്റ്. അങ്ങനെ 170 ചോദ്യങ്ങൾ 200 മാർക്ക് 3 മണിക്കൂറാണ് അങ്ങനെ പരീക്ഷ വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് 3 ചോദ്യങ്ങളാണ്, 50 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അങ്ങനെ ടോട്ടൽ 280 മാർക്കാണ് നമുക്ക് മെയിൻസിൽ ടോട്ടൽ മാർക്ക് വരുന്നത്. 200 + 50 280 മാർക്കാണ് മെയിൻസിൻ്റെ. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫേസ് 3 വരുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. നമുക്കറിയാം SBI POയുടെ സെലക്ഷൻ പ്രോസസ്സിൽ പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ട്, അതിനുശേഷം മെയിൻസ് ഉണ്ട്, അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് എക്സസൈസും ഇൻ്റർവ്യൂ ഒരേ ദിവസം തന്നെയായിരിക്കും നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം മാർക്കിംഗ് കണ്ടേക്കുന്നുണ്ട്. ഗ്രൂപ്പ് എക്സസൈസിന് വന്നേക്കുന്ന 20 മാർക്കും ഇൻ്റർവ്യൂവിന് 30 മാർക്കും, ടോട്ടൽ 50 മാർക്കാണ് ആക്ടിവിറ്റിക്ക് വരുന്നത്. ഇപ്പോൾ SBI POയുടെ ഇൻ്റർവ്യൂ സ്പേസിൽ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് SBI POയുടേത്. കാരണം നമുക്ക് ഏറ്റവും വലിയ ഒരു ചാമിങ് പോസ്റ്റാണ് SBI PO എന്ന് പറയുന്നത്. SBI POയുടെ ഫൈനൽ ലിസ്റ്റ് വരുന്നത് മെയിൻസിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും പരിഗണിച്ചിട്ടായിരിക്കും. മെയിൻസിൻ്റെ മാർക്ക് ടോട്ടൽ 280 മാർക്കും, ഇൻ്റർവ്യൂവിൻ്റെ ടോട്ടൽ 50 മാർക്കും. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ 300 മാർക്കിലാണ് പരീക്ഷ നടക്കുന്നത്. പക്ഷേ നമ്മൾ നോർമലൈസ് ചെയ്യുമ്പം 280 നമ്മൾ 75 നോർമലൈസ് ചെയ്യുന്നു, 50 25 നോർമലൈസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ 100ൽ ഇത്ര എന്നുള്ളതായിരിക്കും മാർക്ക് വരുന്നത്. അപ്പോൾ 75:25 എന്ന റേഷ്യോയിലാണ് മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് പരിഗണിക്കുന്നത്. ഓക്കെ, 2024 തുടക്കത്തിൽ തന്നെ ഒരു ഓഫീസറായിട്ട് SBIയുടെ ഓഫീസറായിട്ട് കയറാനുള്ള അവസരമാണ്. പക്ഷേ അത് കൃത്യമായ പ്രിപ്പറേഷൻ വേണം. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചാൽ സാധിക്കുന്ന ഒരു കേസാണ്, നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും 2024 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ SBIയിൽ ജോയിൻ ചെയ്യാം. ഒരു ഡിഗ്രി ഹോൾഡറിനെ സംബന്ധിച്ച് വിത്തൗട്ട് എക്സ്പീരിയൻസ് തുടക്കത്തിൽ തന്നെ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലിയാണ് SBI PO. നിങ്ങളും ആ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ IBSന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാണ്. സോ ഉടൻ തന്നെ IBSന്റെ ഭാഗമാകൂ, വിജയം അർപ്പിക്കും.